അസ്സലാമു അലൈക്കും. പിന്നെ ഞാൻ ഉസ്താദിൻ്റെ ഒരു പരിപാടി കണ്ട്. ഉസ്താദിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ഒരു മോനിക്ക് വേണ്ടിയേ, സുജീഷിന് വേണ്ടി, കൂട്ടുകാരൻ്റെ അനിയന് വേണ്ടി പൈസ പിരിച്ചതല്ലേ. എന്തൊരു സ്നേഹമാണല്ലേ കേരളത്തിൽ എന്തൊരു സ്നേഹമാണ്. അങ്ങനെ വേണം എല്ലാവരും. എല്ലാ സംസ്ഥാനത്തും അങ്ങനെ ആയി നോക്കിയേ. അപ്പോൾ എന്തൊരു സുന്ദരമായിരിക്കും എല്ലാവരും ഹൃദയം അതുപോലെ. അത് നമുക്കുണ്ടാവണം, നമ്മളെ ഹൃദയത്തിൽ നിന്നാണ്. നമ്മളെ ഹൃദയത്തിൽ നിന്നാണ് ആ സ്നേഹം ഉണ്ടാകുന്നത്. അതായത് എത്ര വർഷമായി ഇപ്പോൾ കലാഭവൻ മണി മരിച്ചിട്ട്. ഞാൻ 2 ആഴ്ച 3 ആഴ്ചയൊക്കെ കരഞ്ഞിട്ട് നടന്നിട്ടുണ്ട്. അതുപോലെ ഓരോ നടന്മാർ. മമ്മൂട്ടിക്ക് അസുഖം വന്നപ്പോൾ എനിക്ക് എന്തോ ഒരു സങ്കടം. മമ്മൂട്ടി ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് എൻ്റെ ചെറുപ്പത്തിൽ. മമ്മൂട്ടിയുടെ സിനിമ കണ്ടിട്ടുണ്ടേ. പിന്നെ ഇപ്പോഴെന്നല്ല, കുറച്ച് മുമ്പ് വരെയൊക്കെ ഞാൻ എപ്പോഴും മമ്മൂട്ടിയുടെ, മോഹൻലാലിൻ്റെ, ദിലീപിൻ്റെ ഒക്കെ പടമൊക്കെ കുറച്ചൊക്കെ കാണും. അതിപ്പോൾ വീട്ടിൽ TV ഉള്ളപ്പോൾ സ്ഥിരമായിട്ടൊന്നും കാണത്തില്ല. ചിലപ്പോൾ ഇച്ചിരിയൊക്കെ കാണും. മൊത്തം ഒരു പടവും കണ്ടിട്ടില്ല. ഒരു പടം മുഴുവൻ കാണാൻ ഇരുന്നിട്ടില്ല ഞാൻ ചെറുപ്പത്തിൽ തന്നെ. എന്നാൽ നമുക്ക് ജോലിയായിരുന്നു, കടയും കച്ചവടവും, മക്കളെ പോറ്റണ്ടേ. കാരണം നമുക്ക് നേരം കിട്ടിയിട്ടില്ല അങ്ങനെ കാണാനും ഒന്നും. നല്ല ചെറുപ്രായത്തിലൊക്കെ അള്ളാഹു പുറത്ത് തരട്ടെ. അപ്പം മമ്മൂട്ടീനെ സ്വപ്നം കണ്ടിട്ടുണ്ട് ഞാൻ. മമ്മൂട്ടീനെ എനിക്ക് നേരിട്ട് മോൻ്റെ വീട്ടിൽ മോനായിട്ട് പോയിട്ടുണ്ട്, എന്നിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വപ്നം കണ്ടിട്ടുണ്ട്. മമ്മൂട്ടീനെ എനിക്ക് നേരിട്ട് കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ നൗഷാദ് ഭാഗവതരുടെ ഉമ്മാനെ കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. നൗഷാദ് ഭാഗവതിനെ ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. ഒരു മോന് വെള്ളത്തിൽ വീണ് മരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ആരത് കേട്ടാലും എനിക്ക് ഭയങ്കര വിഷമമാണ്. കലാഭവൻ നവാസിൻ്റെ ഭാര്യ എന്നെ കാണാൻ പോയി. ഞാൻ എൻ്റെ ആങ്ങളെ കാണാൻ വേണ്ടി പോയപ്പോൾ ഞാൻ അവരെ വീട്ടിൽ കയറിപ്പോയി കണ്ട്. അതുവഴി വന്നപ്പോൾ ഞാൻ കലാഭവൻ നവാസിൻ്റെ വൈഫിനെ കണ്ട്. ഞാൻ കണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ എൻ്റെ ഒരു മനസ്സൊരു പ്രത്യേക മനസ്സാണ്. എൻ്റെ ഒരു ആങ്ങളുടെ മോൻ മരിച്ചു. എൻ്റെ മോനന്ന് ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഉണ്ട്. എന്നെ അറിയിച്ചില്ല. എൻ്റെ മനസ്സ് ആ മോനിക്കറിയാം. എനിക്കൊന്നും അധികം കാണാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു മനസ്സാണ് എൻ്റെ മനസ്സേ. അപ്പോൾ അള്ളാഹു എല്ലാ മക്കൾക്കും ഇപ്പോൾ അപകടങ്ങളുണ്ടാകണം. ഞാൻ ആ അപകടം കഴിഞ്ഞ വീട്ടിൽ പോയി. ഞാൻ കണ്ടിട്ട് പോലുമില്ല ആ സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞങ്ങളെ വീടിൻ്റെ ഇച്ചിരി അപ്പുറത്താണ്. ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ പോയി കണ്ട്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ അറിഞ്ഞു ഞാൻ അവരെങ്ങനെ കാണുകയാണ് കണ്ണിൽ. 3 മക്കളാണ്. ആ കെട്ടിയവന് ഇതായില്ലേ. അപ്പം മക്കൾക്കാ, കെട്ടിയവന് കുഴപ്പമില്ല, എന്തെങ്കിലും ആവുമെന്ന് വിചാരിക്കുക. പക്ഷെ മക്കൾക്ക് ആ തള്ള പോയാൽ പോയില്ലേ. അപ്പോൾ അതോളം കൊണ്ട് എല്ലാ വണ്ടി ഓടിക്കണവരും വളരെ സൂക്ഷിച്ചും കണ്ടുമൊക്കെ ചെയ്യുക. എല്ലാ മക്കളും അള്ളാഹു കാക്കട്ടെ. എല്ലാ മക്കളും അള്ളാഹു കാക്കട്ടെ. അള്ളാഹുവേ ഭൂമിയിലുള്ള എല്ലാവരെയും കാക്കട്ടെ. പെട്ടെന്നുള്ള അപകടമരണത്തിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാവരെയും കാക്കട്ടെ. അള്ളാഹു നമ്മളെ ആഖിബത്ത് നന്നായിരിക്കട്ടെ. എല്ലാവരും തമ്മിൽ എല്ലാവരും ഈ ഭൂമിയിൽ പ്രസവിച്ച് വീണ എല്ലാ ജനങ്ങളും തമ്മിൽ സ്നേഹവും സൗഹാർദ്ദവും ഉണ്ടാവട്ടെ. എല്ലാവരും പരസ്പരം സ്നേഹിക്കുക, ബഹുമാനിക്കുക. നമ്മളെ എല്ലാവരും മക്കൾക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പറയുകയാണ്. അതോളം കണ്ട് ഞാൻ വാക്ക് ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും.